9 മണി കഴിഞ്ഞാൽ അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ പറയാ, ഒരു മക്കളെയും പുറത്തുവിടരുത്, ഒരു മക്കളെയും പുറത്തുവിടരുത്. 9 മണി കഴിഞ്ഞാൽ നിങ്ങളുടെ മകനും മകളും വീട്ടിലുണ്ടെന്ന് ഉറപ്പിക്കണം. സഹോദരിമാരെ, നിങ്ങൾ ക്യാമ്പസുകളിലും കോളേജുകളിലും പഠിക്കുന്ന മക്കളാണ്. ആ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെയൊക്കെ കുഞ്ഞ് അനുജത്തിമാരാ നിങ്ങളൊക്കെ നല്ല മക്കളാണ്. പക്ഷേ നിങ്ങൾ പലപ്പോഴും പലരുടെയും കച്ചവടത്തിന്റെ ഇരകളും ബ്രോക്കർമാരുമാകാറുണ്ട്. കഞ്ചാവും MDMA ഒക്കെ ഉപയോഗിക്കുന്ന, അതിന്റെ ക്രയവിക്രയം ചെയ്യുന്നവരായി നിങ്ങൾ മാറാറുണ്ട്. നിങ്ങൾ അതില് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് അല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ, അതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ പൊന്നുമോളെ, ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ അതിൽ അടച്ചിടപ്പെട്ടവരായി പോകും. അവസാനം നിങ്ങളുടെ ഗതി ആത്മഹത്യയല്ലാതെ മറ്റൊന്നും ഉണ്ടാവൂല. നിങ്ങളെ പൊന്നുപോലെ നോക്കുന്ന വാപ്പയും ഉമ്മയുമില്ലേ, നിങ്ങളെ പ്രിയപ്പെട്ട അനുജനും അനുജത്തിമാരുമില്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, ഈ വലയത്തിലൊന്നും പോയി വീടരുത്. പഠിക്കാൻ മക്കളെ വിടാൻ പറ്റാത്തൊരു കാലം, ഒരു കാരണവശാലും നമ്മുടെ മക്കളെ പുറത്തു വിടാൻ പറ്റാത്ത കാലം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് 1000 കഴുകന്റെ കണ്ണുകളെ പോലെ നോക്കി നിങ്ങൾ നടക്കണം. നിങ്ങളുടെ മക്കളെ പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ വാപ്പയുടെയും ഉമ്മയുടെയും കണ്ണുനീര് കണ്ടിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജീവിതം കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജാഗ്രത ഉണ്ടാകണം. എന്ത് സംഭവിച്ചാലും വീട്ടിൽ വിവരം കൊടുക്കണം, അധ്യാപകരോട് വിവരം കൊടുക്കണം. ആ വിവരം അനുസരിച്ച് അവർ നേരത്തെ തന്നെ കൈകാര്യം ചെയ്ത് ഇതിനൊരു പരിഹാരം കാണും. അതല്ല മുറുകി 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 അവസാനം നിങ്ങൾക്ക് ആ മുറുക്കങ്ങോട്ട് വല്ലാതെ ഇറുകിപ്പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയൂല.